നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഐസ്ക്രീം വേണമെങ്കിൽ വല്ല ഫംഗ്ഷന് പോകണം അല്ലെങ്കിൽ ബേക്കറി പോകണം. ബേക്കറി പോയാലും അധികം ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ആകെ ഒരു ബോൾ ഐസ്ക്രീമും പിന്നെ കസാട്ടയും ചോക്കോബാറൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോകുമ്പോൾ ഫ്ലേവർ പറയുന്നതിനെക്കാട്ടി മുന്നായിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇതേത് ബ്രാൻഡിൻ്റെ എന്നാണ്. കാരണം നമ്മളെല്ലാവരും ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ഓരോ കമ്പനികളും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി അതിന്ന് കഫേ വരെ എത്തി നിൽക്കുന്നു. ആൻഡ് ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു കഫേയിലാണ്. മെഴ്സ്ലീസ്, ഇന്ത്യസ് ഫസ്റ്റ് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഐസ്ക്രീം സെല്ലിംഗ് ബ്രാൻഡ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. കയറി ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഐസ്ക്രീം മാത്രമല്ല, ഫലൂദാസും പാൻ കേക്കും വേഫിൾസും തുടങ്ങി ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഞങ്ങൾ അതിൽ നിന്ന് ഒരു 4-5 ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ട്രൈ ചെയ്തത് ബ്ലൂബെറി പാൻ കേക്ക് ആയിരുന്നു. പാൻ കേക്കിൻ്റെ മുകളിൽ ബ്ലൂബെറിയുടെ ഐസ്ക്രീമും പിന്നെ ഫ്രഷ് ബ്ലൂബെറി ഒക്കെ ഇട്ടിട്ട് വരുന്ന ഈ ഒരു ഐറ്റം നൈസായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൽ കുതിർന്ന പാൻ കേക്ക് ആ ബ്ലൂബെറി ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവരുടെ ഡെത്ത് ബൈ ചോക്ലേറ്റ്. ബേസിക്കലി ഇതൊരു സൺഡേ ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചോക്ലേറ്റ് വരുന്നത് കാരണം ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് കഴിച്ചു തീർക്കാൻ പറ്റും. അല്ലാത്തവർക്ക് ഇതൊരു പകുതി ആകുമ്പോഴത്തേനും മട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേഫിൾസ് ഒക്കെ ഇഷ്ടം ചെയ്താൽ നിങ്ങൾക്ക് അത് ഇവിടുന്ന് കഴിക്കാൻ കേട്ടോ. ഞങ്ങളവിടുന്ന് ഓറിയോ വാനില ക്രഞ്ചി വേഫിളാണ് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ ഫ്രഞ്ച് ടോസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. കാരണം ഞങ്ങൾ നേരത്തെ പാൻ കേക്ക് ഓർഡർ ചെയ്തതും ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഓർഡർ ചെയ്തതും രണ്ടും ബ്ലൂബെറിയിലായിപ്പോയി. പെട്ടെന്ന് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഏകദേശം ഒരു ഫ്ലേവറാണ് ഞങ്ങൾക്ക് ഇതും കിട്ടിയത്. ആൻഡ് കുറച്ചും കൂടി ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് പാൻ കേക്ക് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ്ലി ഞങ്ങളൊരു ഫ്രൂട്ട് ഫലൂദ ഫിയസ്റ്റയും കൂടി ട്രൈ ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ ഫലൂദ മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കിയെല്ലാം അടിപൊളിയായപ്പോഴും ഫലൂദ എന്തോ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നി. ഫലൂദ എനിക്ക് മാത്രമായിട്ടാണ് ഇത്രയ്ക്ക് ഡൗൺ ആയിട്ട് തോന്നിയത്. എൻ്റെ കൂടെ വന്നവർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഫുഡ് ഇഷ്ടമാവാണ്ടിരിക്കുക. ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം അത്യാവശ്യം നല്ല ആംബിയൻസ് അവർ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്ലേസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാവർട്ടിയിൽ ഇങ്ങനൊരു ഷോപ്പിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടായിരുന്നു. നമ്മൾക്ക് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട്, രാത്രി തന്നെ വേണമെന്നില്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഡെസേർട്ടൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പാർട്ടിയിൽ തന്നെ നല്ല ഐസ്ക്രീംസും ഡെസേർട്ട്സും ഫലൂദാസും എല്ലാം കൂടി കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് മെഴ്സ്ലീസ് കഫേ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഫ്രം മെഴ്സ്ലീസ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ.